ഞങ്ങൾ വീട്ടിലിരുന്ന് ബോറടിച്ചുകൊണ്ട് തറവാട്ടിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നാളെ തറവാട്ടിക്ക് പോയിട്ട് ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ടും കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനും കുട്ടും അമ്മയും കൂടി പോവാണ്. കണ്ടോ, കുട്ടു താക്കോലൊക്കെ എടുത്ത് സെറ്റായിട്ട് ആൻറ്റിക്ക് കൊടുക്കാനുള്ള സ്പെഷ്യലാണ് കുട്ടുവിൻ്റെ അടുത്ത് ഇരിക്കണത്. കണ്ടോ, അതിൽ ആൻറ്റിക്കുള്ള സ്പെഷ്യൽ. ആൻഡ് അമ്മ വീഡിയോയിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. കുട്ടു വാതിലടക്കുന്നത് ചിത്രത്താഴിൻ്റെ കൂട്ടൊക്കെയാണ്. താക്കോൽ കാണിച്ചിട്ട് കൂട്ടാൻ ആണോ ഇത്ര വലിയ താക്കോൽ. പിന്നെ കടപ്പുറത്തൊക്കെ നല്ല വെയിലാണ്. ഞങ്ങളുടെ ഇവിടെ എല്ലാവരും മഴയാണ്. ഞങ്ങളുടെ ഇവിടെ മാത്രം ഒന്നുമില്ല, മഴയില്ല, ഒരു ഇതുമില്ല, ഭയങ്കര ചൂട്. പാലക്കാട് ഈസ് സ്റ്റിൽ ഹോട്ട്. നേരത്തെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞത് വലിയ വിവാദമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്തിരി ദൂരമുള്ളൂ, ഒരു മിനിറ്റ് പോലും ഇല്ല തറവാട്ടിലേക്ക് എത്താൻ, അത്രയും അടുത്താണ്. ഞാൻ കുറച്ച് ദൂരമുണ്ടെന്ന് പറഞ്ഞ എല്ലാവരും എന്നെ പിടിച്ച് കളിയാക്കി. അത്രയ്ക്ക് ദൂരമുണ്ടോ, നീ എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ. അത്ര ദൂരമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വളവ് തിരിഞ്ഞു തറവാടായി. ഞങ്ങളുടെ തറവാടിൻ്റെ പടി കണ്ട് നിങ്ങൾക്ക് മടുത്തുണ്ടാവും, എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര എസ്തെറ്റിക്കാണ് ഈ വഴി. കണ്ടോ, ആൻറ്റി കുളിച്ചിട്ടൊന്നുമില്ല. ആ അപ്പൊ വേറെ ആരുമാണല്ലോ സംസാരിച്ചത്? വേറെ ആള് സംസാരിക്കണു ആന്റീനെ വിളിച്ചപ്പോ. ആ തറവാട്ടിൽ വന്നപ്പോൾ കരണ്ടില്ല, അതുകൊണ്ട് ഇവിടെ ഫുൾ ഇരുട്ടാണ്. ആടി എന്താ സാധനം? പഴയ ഫിലിം മേടിച്ചില്ല. കാണാൻ പറ്റും. അച്ഛൻ്റെ അമ്മയുടെ കല്യാണം ആയിപ്പത്തിൻ്റെ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഫുള്ള് ഇരുട്ടായി. ആടി ഇതാണ് മറ്റേ ഇതാ. ഈ വള്ളി പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അൺഫോർച്ചുനേറ്റ്ലി വള്ളി പൊട്ടി. ആൻറ്റിയുടെ പച്ചക്കറിത്തോട്ടം പോയി നോക്കാം നമുക്ക്. എവിടെ? അവിടെ ഉണ്ടോ? കണ്ടോ, പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വേറെ ഉണ്ടായിരുന്നു, അത് ആൻറ്റി പൊട്ടിച്ചു എന്നാ പറഞ്ഞു. തൈപ്പടി വരണുണ്ട്. അപ്പോൾ നമ്മൾ കൃഷിത്തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചവിട്ടനാട്ടോ, അതിലൊക്കെ എന്തൊക്കെയോ വിത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏത്? ആ ഇതാണ് കൂവളം. ഇതിൽ കുറേ മുല്ലമുട്ടുണ്ട്. അവിടെ മുട്ടൊക്കെ എവിടെ കാണാനില്ല. മുട്ടിടാൻ വേണ്ടി നിൽക്കണ്ടേ? നോക്ക് കണ്ടോ, അങ്ങോട്ടൊക്കെ നോക്ക്. ആ കണ്ടോ, അവിടെയൊക്കെ നിറയെ മുട്ടകളുണ്ട്. ഇതാണ് ആൻറ്റിയുടെ ചീനമുളക്. കുക്കുമ്പറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ആ പയർ ആകെ 2-3 ഇതിനാണ് ഇവരിങ്ങനെ നിറയെ പയറുണ്ടെന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ അച്ഛമ്മയുടെ വീട്.
ചീനമുളകൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം. ഇനി നമുക്ക് പുളിയുള്ള സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ മരം ഇതാണ്. നമ്മുടെ വീട്ടിലെ വലിയ മരം, എൻ്റെ വീട്ടിലെ നന്മ മരം. കണ്ട പുളിയാണ്. ഇത് പാന. കരിമ്പനുകളുടെ നാടായ പാലക്കാട്, അതാണ് ഞങ്ങളുടെ നാട്. കേട്ടോ, ഇവിടെയാണ് നമ്മൾക്ക് മീനുള്ളത്. പക്ഷെ ഒന്നും കാണില്ല. ഈ മരം ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞതേ ഈ റീസെൻ്റ് ആയിട്ടാണ്. ഇത് അപ്പുറത്ത് തൊടിയാണ്, എന്നാലും ഇതാണ്ടോ അങ്ങനെ. അത് ഈ കാണുന്ന ഈ ചെറിയ ചെറിയ ഇലകളുള്ള അങ്ങനെ എന്താ ഈ മരം മഞ്ചാടി മരമാണ്. ഇത് അത് മഞ്ചാടിയാണ്. ഇതാടി കുറേ കൊമ്പുകളുള്ള പോലെ ഇങ്ങനെ കണ്ടോ. ഇതാണ്ടോ ഇത് ഈ കാണുന്നത് അത് മഞ്ചാടി മരമാണ്. മഞ്ചാടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം മഞ്ചാടി വരുന്നത്. ഇതാണ് തറവാടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇങ്ങനെ ഉണ്ടാവും. എന്താ അത്, ഉറുമ്പാണോ? ഇതാണ് കിണറ്. വെള്ളം ഉണ്ടോ? ഒരു തുള്ളി വെള്ളം പോയി. വെള്ളം അവിടെ ഒരു തുള്ളി ഉണ്ട്, പക്ഷെ വെള്ളം ഇല്ല. കുടിക്കാനൊന്നും വെള്ളം കിട്ടാൻ ഇതിലില്ല. അത് ഇങ്ങനെ ആക്കണതിന്റെ ഒപ്പാക്കാലും കൊറേ ആൾക്കാരുണ്ടാവുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഗ്യാങ് അവിടെ പോയിട്ട് അവിടെ സ്വീകരണം നമുക്ക് അപ്പൊ കൈകെട്ടി കളിക്കുക അവിടെ പോയി ഒരു ദിവസം 2 ബാലിനും ഇങ്ങനെ പറയാൻ പറഞ്ഞു. ബാലൊന്നും ഇല്ല. അപ്പൊ എന്താ പറയാ, പിന്നെ പപ്പടവട കൈകെട്ടി കളിക്ക് പോയായിരിക്കും. പിന്നെ കൂടിയുണ്ട്. പിന്നെ നമ്മള് ഇവിടുന്ന് എന്താ അന്നൊക്കെ ഈ പാവാടിയും ബ്ലൗസും അല്ലേ ഇടുക. അത് ആ ഇട്ടുപോയ ഡ്രസ്സിന് തന്നെ കളിക്കും. നമ്മളെ അച്ചാച്ചനും ശ്രീധരേട്ടനും ഒരു പാട്ട് പാടുകയാണ്. പാപഗീതമായുള്ള പാട്ടാണ് ഞാൻ പാടിയത്. ഏട്ടന് ഇങ്ങനെ ഇഷ്ടാവാൻ പാടില്ല. നല്ല പാട്ടാണ്. പാട്ട് പാടുവോ? ആ പാട്ട് വരിയൊക്കെ അറിയുള്ളൂ. നോക്കട്ടെ. നേരത്തെ പാടിയ പാട്ട് പാടാം. പാപം മലേഷം പൂണ്ടൊരു മരീജൻ വല്ലഭനായ രാമൻ വാഴുങ്കാനേണം തമ്മൈ മാനായി ചെന്നൂടൻ തുള്ളി ചാടിയുടനോ ഇടുമ്പോ മഞ്ഞായ സീതാ മനേനെ കണ്ട നേരം. ആ പാട്ട ഞാത്തിന്റെ ചമക്കൊക്കെ ഓർമ്മ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ
ചോട് പിന്നെ തരികളത്തോടെ ആ കുത്തുന്ന പാടിനൊക്കെ പിടിക്കാം ഇല്ല പിടിച്ചിട്ടില്ല. ഇതന്നെ ആ പെണ്ണുണ്ടായി. ഞാൻ ഇങ്ങനെ ഇതേപോലെ പറഞ്ഞു കൊടുത്ത പെണ്ണ് അതൊക്കെ പിടിച്ച. നേരത്തെ ഒരു പാട്ട് പാടിയില്ലേ, പൂവിന്റെ ഒരു പാട്ട്, നന്ദ്യാർവട്ടത്തിന്റെ ഒരു പൂ പാട്ട് അതാണ് പാടാൻ അതാ പറയാ. അവളൊരു പൂവ് കൊടുത്തിട്ട് കാട്ടി തന്നു. അപ്പൊ ഇത് നന്ദ്യാരട്ടത്തിന്റെ പൂവാ പറഞ്ഞു ഞാൻ. അപ്പൊ നന്ദ്യാരവട്ട അതൊരു മുല്ലയന്തികെ വന്നു നിന്നു. അതന്നെ അറിയ. പിന്നെ ഉണ്ട് നേരത്തെ കുറച്ചുകൂടി പാടി. പാട്ടോളം ഒക്കെ അറിയാം കുട്ടിയെ. സരസ്വതി പിന്നെ എന്താണ് ഗണപതി കുറെ പാട്ടുണ്ട്. ഒക്കെ മറന്നുപോയി. ഇപ്പോൾ ഇടയിലും ഓരോ വരിയിട്ട് ഓർമ്മയുള്ളൂ. ഇനിയിപ്പോൾ ആ പാട്ടൊക്കെ ആര് ഇതാക്കാനാണ്. ആ ബുക്ക് അമ്മായി നാളെ ചോദിച്ചേ, ആ ബുക്കൊക്കെ ചെതല് പിടിച്ചു പോയി. ഇവിടെ ഉണ്ടാവും ഇത്രയും ബുക്ക് ചെയ്യും. അതേത് പാട്ടിനൊക്കെ ഓരോ നിർത്താ. പാട്ടിനൊക്കെ തിരുവാതിരക്കളി പോലെ വട്ടക്കളി. അതിന് ഇപ്പോഴത്തെ തിരുവാതിരക്കളി അന്നത്തെ കൈകൊട്ടികളുടെ പോലത്തെ സ്റ്റെപ്പ് ഒന്നും ഇല്ല. ഇപ്പൊ എത്ര വയസ്സാ? അങ്ങനെ ഇങ്ങനെ ആക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. പിന്നെ 13 വയസ്സുള്ള ഒന്ന് ഇത് പഠിക്കുമ്പോഴേ കൊറേ ആദ്യം നിന്റെ കാലും ചോടും പഠിക്കണം. അതാണ് ആദ്യം പഠിപ്പിക്കുക. നമ്മളെ മാറ്റി നിർത്തി ഇതെന്താ ക്ഷീണിച്ചൊക്കെ കൊടുത്തോ പാട്ട് പാടി. പിന്നെ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെങ്ങനെ കളത്തിലേക്ക് ഇറക്കുന്നത്. അപ്പൊ കുറച്ച് സ്റ്റെപ്സ് ആണ്. അതൊക്കെ ആരും പറഞ്ഞത് എത്ര 3 അങ്ങനെയൊക്കെ പറഞ്ഞു. ആ കുമ്മേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പാട്ടിനും. എന്താ അതിനൊക്കെ നമ്മൾ സ്റ്റേജിൽ കാണുന്ന തിരുവാതിര കളിയുടെ സ്റ്റെപ്പ് ഒന്നല്ല, വെറൈറ്റികളുണ്ട് ഇതിന്. എന്റെ ഉണ്ണി പഠിച്ചിട്ടുണ്ടേ. ഞങ്ങൾ രണ്ടാളും പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തറവാട്ടിൽ നിന്ന് പോവാണ്. ചെയ്യും ഇത്രയും സമയം 1:30 പോയി ഫുഡ് കഴിക്കട്ടെ.